നേരം വെളുത്താൽ എണീക്കാൻ കുറച്ച് മടിയാണല്ലേ. ആ രാവിലെ ഒരു 6 മണിക്ക് ശേഷം നല്ല ഉറക്കം തോന്നൂല്ലേ. അപ്പം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വന്നൊന്ന് കിടന്നാട്ടോ. അവരൊന്നും എണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ ഒത്തിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നാട്ടോ. വെറുതെ ഒരു ബെഡിൻ്റെ കവറെടുത്ത് മൂടിയിട്ട് അങ്ങനെ കിടന്നാട്ടോ. ആ സമയത്ത് കിടന്നാൽ എണിക്കാനേ തോന്നൂല, നല്ല സുഖക്കാരം. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊട്ട വീട് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മാരേജ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ. അപ്പോൾ രാവിലെ പിന്നെ ഞാൻ എണിച്ചു, എങ്ങനെയൊക്കെ എണിച്ചു കൂട്ടാം. പിന്നെ നമ്മൾ ഇടയിൽ ഇങ്ങനെ ഉറക്കമൊഴിച്ചിട്ട് പിന്നെ കടന്നു കഴിഞ്ഞാൽ എണിക്കാൻ ഭയങ്കര മടിയാണല്ലേ. അങ്ങനെ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ? വലിയത്ത് എനിക്കും തഹജ്ജുദും സുബഹിക്ക് നിസ്കരിക്കും, പിന്നെ കുറച്ച് നേരം ഓതാണ്ടെങ്കിൽ ഓതും, പിന്നെ കടന്നു കഴിഞ്ഞാൽ എണിക്കാൻ ഭയങ്കര മടിയാട്ടോ. സ്കൂളുള്ള ദിവസം വേഗം എണിക്കും, അല്ലാത്ത ദിവസം സ്കൂളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെല്ലെ എണിക്കുള്ളൂ. അപ്പോൾ ഞാൻ മെല്ലെ എണിച്ച് പിന്നെ അവരൊക്കെ മെല്ലെ എണിച്ച് വരുന്നുള്ളൂ. പ്രിയാസ്ക്ക് നേരത്തെ പോയിട്ടോ, കട്ടൻ ചായ കുടിച്ചിട്ട് ഓടാൻ പോയി. അപ്പോൾ ഞാനിന്നാൽ ശരി ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ റേസ് കുട്ടിക്ക് നൂൽപുട്ടും ഭയങ്കര ഇഷ്ടമാണ്, ചട്നി. അപ്പോൾ അവ അപ്പം നൂൽപുട്ട് മതിയമ്മാന്ന് പറയും. അപ്പോൾ നമ്മുടെ പുതിയ ഇഡ്ഡലി ചട്ടി ഉണ്ടല്ലോ, ഇതിൽ നൂൽപുട്ട് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എടുത്താൽ വരും. അപ്പോൾ ഞാൻ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ ചായയും ഒരടുപ്പത്ത് ചായ ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കടിൻ്റെ കൂടെ നമുക്ക് ചായയും വേണം കേട്ടോ. എനിക്ക് ചായ നിർബന്ധം കേട്ടോ, എന്ത് കഴിക്കണമെങ്കിലും ചായ വേണം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ മേടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ റിയാസ്ക്ക് വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും. പിന്നെ ഇതാ തേങ്ങ ചട്നി അരക്കാൻ വേണ്ടിയിട്ട് ഉടച്ചാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ അധികം കൊടുവളമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഉടച്ചത് മാത്രം കാണിച്ചു. തേങ്ങ വെള്ളം കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ചെരവണ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇതാ നമ്മൾ ചട്നി വേഗം റെഡിയാക്കിയിട്ട് അപ്പോൾ ഒരു ആവി വെച്ചെടുത്ത് രണ്ടാമത്തെ ആവി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. നൂൽപുട്ട് ഇഡ്ഡലി പോലെയല്ല, നൂൽപുട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതാ ചട്നിയായി. നമ്മുടെ നൂൽപുട്ട് ആദ്യത്തെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മാവായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അധികം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴത്തേനും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വേറെ വിശേഷങ്ങൾ എന്താ, പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പേരക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെന്താ, ഞങ്ങളുടെ മോൻ മരണപ്പെട്ടതിൻ്റെ വിഷമം മാറിയില്ല എന്ന് പറഞ്ഞ പോലെ എന്താ ചെയ്യുക, വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അവൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് കരയിലുണ്ട്. പിന്നെ നമുക്ക് എല്ലാ സൂക്കടുള്ളതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടാനൊന്നും പറ്റുന്നില്ല. എല്ലാവരുടെ തുകയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 40 ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മോനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ തുകയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒന്ന് എത്തിക്കുക. അപ്പോൾ ഞാനും ഒരു 4 എടുത്ത് കഴിച്ചു കേട്ടോ. രാവിലെ നേരത്തെ അണിച്ച് തൈരോടൊക്കെ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ചായയും കടിയായിട്ട് ഞാനും കഴിക്കണേ. നിങ്ങൾക്ക് വേണോ? എന്നാൽ